തിരുവനന്തപുരം കാരയ്ക്ക മണ്ഡപത്ത് വീട്ടിൽ പ്രസവത്തിനിടെ അമ്മയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. ഭർത്താവ് നഹാസ് പോലീസ് കസ്റ്റഡിയിലാണ്. വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നു. സൂര്യഗായത്രി, എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ ഈ സംഭവത്തെക്കുറിച്ച് പോലീസ് വിശദീകരിക്കുന്നത്? സൂര്യ, കേൾക്കാമെങ്കിൽ. ലിബീഷ്, ഇപ്പോൾ ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥർ വന്ന് പരിശോധന നടത്തുകയാണ്. അതായത് ഒരു 2 നില വീട്ടിൻ്റെ മുകളിലാണ് ഇവർ താമസിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ താഴെ താമസിക്കുന്നവരുമായിട്ട് പോലീസ് ഇപ്പോൾ കൂടുതൽ ചോദിച്ചറിയുകയാണ് എന്താണ് സംഭവിച്ചതടക്കമുള്ള കാര്യങ്ങൾ. ഇവിടെ എന്ന് പറയുമ്പോൾ ഈ മരിച്ച യുവതി ഷമീന എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് കാര്യമല്ല, പാലക്കാട് നിന്നുള്ള വനിതയാണ്. അവർ ഇവിടെ വന്ന് വാടകയ്ക്ക് താമസിക്കുന്ന സ്ഥലമാണ് ഈ തിരുവനന്തപുരം കാരയ്ക്ക മണ്ഡപത്ത് എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം പ്രധാനമായിട്ടും ഈ മെഡിക്കൽ സൂപ്രണ്ട് പറഞ്ഞത്, ഈ ചികിത്സ നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഭർത്താവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നതാണ്. അതായത് ആശുപത്രിയിൽ പോയി ചികിത്സ നടത്തുന്നതിനോട് ഭർത്താവിന് താല്പര്യമുണ്ടായിരുന്നില്ല എന്നൊരു കാര്യമാണ് നേരത്തെ വന്ന മെഡിക്കൽ സൂപ്രണ്ട് നമ്മളോട് പറഞ്ഞിരുന്നത്. അതായത് ആശാ വർക്കർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ വന്ന് ഷമീനയ്ക്ക് ചികിത്സ ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ നടത്തുമ്പോഴും ഈ ഭർത്താവിൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഈ ഷമീന തന്നെ നേരിട്ട് മെഡിക്കൽ ഓഫീസർമാരോട് ഇനി എൻ്റെ വീട്ടിൽ വരരുത്, എനിക്ക് നിങ്ങൾ ചികിത്സ നൽകേണ്ട കാര്യമില്ല എന്നൊരു കാര്യം പറഞ്ഞു എന്നാണ് മെഡിക്കൽ സൂപ്രണ്ട് പറഞ്ഞത്. തുടർന്നവർ DMOയെ മെഡിക്കൽ ഓഫീസർമാരെ, ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറെ വിവരം അറിയിക്കുകയും അവർ പോലീസിൻ്റെ അടുത്ത് ഇത്തരത്തിലുള്ള വിവരം നൽകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. തുടർന്ന് പോലീസിൻ്റെ ഭാഗത്തു നിന്നും യാതൊരു വിധത്തിലുള്ള നടപടികളും സ്വീകരിച്ചില്ല. പോലീസ് ഈ ഒരു കാര്യത്തിൽ ഇവിടെ വന്ന് കൂടുതൽ അന്വേഷണം നടത്തിയില്ല എന്നൊരു പരാതി നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. ഈ നാട്ടുകാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ വനിതയുമായിട്ട് അല്ലെങ്കിൽ ഈ കുടുംബവുമായിട്ട് നാട്ടുകാർക്ക് വലിയ ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ സമൂഹത്തിൽ അവർക്ക് വലിയ പരിചയക്കാരൊന്നും ഇല്ല എന്നൊരു വിവരമാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്നോ ആരൊക്കെയാണ് ഇവിടെ താമസിക്കുന്നതെന്നോ വ്യക്തമായ ഒരു രൂപം നൽകാൻ നാട്ടുകാർക്കും കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ഇവിടെ വന്ന് അന്വേഷിക്കുമ്പോൾ നമുക്ക് അറിയുവാൻ സാധിക്കുന്നത്, ഈ സംഭവം നടക്കുന്ന സമയത്ത് വീട്ടിൽ ഷമീനയും അതുപോലെ തന്നെ ഷമീനയുടെ ഭർത്താവിൻ്റെ ആദ്യ ഭാര്യയും അവർക്കുണ്ടായ മൂത്ത മകളുമാണ് ഇവിടെ ഉണ്ടായിരുന്നതാണ് അറിയുന്നത്. തുടർന്ന് ഈ ആദ്യ ഭാര്യയും മോളുമാണ് ഈ ഒരു പ്രസവം എടുത്തത്. തുടർന്ന് അമിതമായി രക്തസ്രാവം ഉണ്ടാവുകയും ഉണ്ടായതാണ് ഷമീന മരിക്കുന്നതിനുള്ള ഒരു കാരണമായിട്ട് പറയുന്നത്. എന്തൊക്കെയായാലും ഇപ്പോൾ ഷമീനയുടെ ഭർത്താവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അയാളിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ പോലീസിന് അറിയേണ്ടതുണ്ട്. ഈ ഭർത്താവിൻ്റെ ആദ്യ ഭാര്യയും മകളും ഈ PRS ആശുപത്രിയിൽ, സ്വകാര്യ ആശുപത്രിയിലാണ് ഷമീനയുടെ ബോഡിയും അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ ബോഡിയും ഉള്ളത്. ഈ ആശുപത്രിയിൽ തന്നെയാണ് ആദ്യ ഭാര്യയും മകളും ഉള്ളതെന്നാണ് അറിയുവാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള ഒരു അപാകത സംഭവിച്ചിട്ടുണ്ട്. ഭാര്യയ്ക്ക്, അതായത് ഷമീനയ്ക്ക് വേണ്ട വിധത്തിലുള്ള ചികിത്സ ഉറപ്പുവരുത്തുന്നതിൽ ഭർത്താവിൻ്റെ ഭാഗത്തു നിന്ന് അപാകത സംഭവിച്ചിട്ടുണ്ടെന്ന കാര്യമാണ് മെഡിക്കൽ സൂപ്രണ്ട് നമ്മളോട് നേരത്തെ വ്യക്തമാക്കിയത്. എന്തായാലും ആ ഒരു കാര്യത്തിലൊക്കെ പോലീസ് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ്. ഇപ്പോൾ ഈ സമീപ പ്രദേശത്ത് ഇവർ താമസിച്ചിരുന്ന തൊട്ട് അപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്ന ആളുകളോടൊക്കെ കൂടുതൽ വിവരങ്ങൾ പോലീസ് ചോദിച്ചറിയുകയാണ്. ലിബീഷ്, സൂര്യ പ്രദേശത്തെ നാട്ടുകാരുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടാവുമല്ലോ, എന്താണ് അവർ ഈ കുടുംബത്തെ പറ്റി പറയുന്നത്? ഈ നാട്ടുകാരോട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവർ പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കുടുംബത്തിലുള്ളവർക്ക് ഈ നാട്ടുകാരുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധവും പരിചയവും ഉണ്ടായിരുന്നില്ല. ഇവർ പുറത്തിറങ്ങി നാട്ടുകാരുമായിട്ട് ഇടപഴകുന്ന ഒരു കുടുംബം ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ആരൊക്കെയാണ് വരുന്നത്, ഇവിടെ ആരൊക്കെയാണ് സ്ഥിര താമസക്കാർ എന്നൊരു കാര്യത്തിൽ നാട്ടുകാർക്കും വ്യക്തമായ ഒരു മറുപടി പറയാനുണ്ടായിരുന്നില്ല. ഈ നാട്ടുകാരിൽ ഒരാൾ നമ്മളോട് നേരത്തെ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ സംഭവ സമയത്ത് ഷമീനയും അതുപോലെ തന്നെ ഷമീനയുടെ ഒരു മകനും, ഇവർക്ക് 3 മക്കൾ വേറെയുണ്ട്. ഇതിൽ ഒരു മകനും അതുപോലെ തന്നെ ഷമീനയുടെ ഭർത്താവിൻ്റെ, ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്ന ഭർത്താവിൻ്റെ മൂത്ത ഭാര്യയും അതിലുണ്ടായ മകളുമാണ് ഈ സമയത്ത് വീട്ടിലുണ്ടായിരുന്നതെന്നാണ് അറിയുവാൻ സാധിക്കുന്നത്. ഈ ഒരു സമയത്ത് ഈ പരിസരത്ത് ആംബുലൻസ് വരികയും ഇവിടെ വന്ന് ഷമീനയെ
ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോകുന്ന ഒരു ശബ്ദമൊക്കെ കേട്ടാണ് നാട്ടുകാർ വരുന്നതും ഈ ഒരു സംഭവത്തെ പറ്റി നാട്ടുകാർ അറിയുന്നതുമൊക്കെ. അതുവരെ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്നോ ഇവിടെ ആരൊക്കെയാണ് വന്ന് താമസിക്കുന്നതെന്നോ കാര്യങ്ങൾ നാട്ടുകാർക്ക് വ്യക്തമായി അറിയില്ല എന്നൊരു കാര്യം അവർ പറയുന്നുണ്ട്. എന്തായാലും ഈ ഒരു സംഭവത്തെ സംബന്ധിച്ച്, അതായത് ഭർത്താവ് ഷമീനയ്ക്ക് ഈ ഒരു ചികിത്സ നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആശാ വർക്കർ ഉൾപ്പെടെയുള്ളവർ വീട്ടിൽ വന്ന് ചികിത്സ നടത്താമെന്ന് പറയുമ്പോഴും ഷമീന വേണ്ട, അത് തൻ്റെ ഭർത്താവിന് താല്പര്യമില്ല എന്നൊരു കാര്യം ആശാ വർക്കർമാരോട് പറയുകയും ആശുപത്രിയിലുള്ള ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവരെ വീട്ടിൽ വരാതിരിക്കുന്നതിൽ വിലക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഈ ഒരു കാര്യത്തിലാണ് വ്യക്തത വരുത്തേണ്ടത്. അത്തരത്തിലുള്ളൊരു കാര്യം ഭർത്താവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്രയും വലിയ ഒരു കുറ്റം ഭർത്താവ് ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ആ ഒരു രീതിയിലുള്ള ആ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് ഭർത്താവിനെ ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലിബീഷ്. ശരി സൂര്യ, തിരുവനന്തപുരം കാരയ്ക്ക മണ്ഡപത്ത് വീട്ടിൽ പ്രസവത്തിനിടെ യുവതിയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നു. വിവരങ്ങളാണ് സംഭവ സ്ഥലത്തു നിന്നും സൂര്യഗായത്രി നൽകിയത്.